ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ക്യാരമൽ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഒരു പാർട്ടി സ്പെഷ്യലായിട്ടുള്ള പുഡിങ്ങാണ് ഇത്. പുഡിങ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ക്യാരമൽ സോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഇതുപോലെ നമുക്ക് കിട്ടും. ഷുഗർ നന്നായി ക്യാരമൽ ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നല്ലൊരു കുക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ട്രേക്കുള്ള ഒരു മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തിക്ക് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നല്ല വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഒഴിക്കുന്ന നേരത്തെ ഇത് നന്നായി തിക്കായി വരും. നമ്മൾ അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാൻ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. അത് കുറച്ചും കൂടി തിക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം അടുപ്പത്ത് വെക്കുക. ഇനി ഇതിലേക്ക് 20 ഗ്രാം ചൈന ഗ്രാസാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. സോക്ക് ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കണം. ഇതൊരു 4 ലിറ്റർ പാലിന് വേണ്ടിയിട്ടുള്ളതാണ്. 1/2 ലിറ്റർ മതിയെങ്കിൽ നമ്മൾ 50 ഗ്രാം ചൈന ഗ്രാസ് എടുത്താൽ മതി. 2 ലിറ്റർ പാൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടാക്കി എടുക്കുക. തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചൈന ഗ്രാസിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ക്യാരമൽ സോസ് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പകുതി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ആവശ്യത്തിന് വേണ്ട ഷുഗറോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാരമൽ സോസിന് അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇതാണ് ഫസ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ എല്ലാ ട്രേയിലും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് തണുക്കാൻ വെക്കുക. ഇനി നമ്മൾ ഇത് തണുത്ത് വരുമ്പോഴത്തേന് അടുത്ത ലെയറിലേക്കുള്ള പരിപാടി നോക്കാം. നമ്മൾ ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് മൊത്തം തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു ട്രേയിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ 1 കപ്പ് മാത്രം വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ക്രീം നന്നായി നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ പുഡിങ്ങിൽ നമ്മൾ ഒരുപാട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നന്നായി ഒന്ന് തിക്കായി സോഫ്റ്റായി വന്നാൽ മതി. കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്പൂണിൽ നിന്ന് വിട്ടു പോരാത്ത ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാറ്. പക്ഷേ പുഡിങ്ങിന് നമ്മൾ വായിലിട്ടാൽ മെൽറ്റാവുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ആ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്കി വന്ന ക്യാരമൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്ക് നമ്മുടെ മിൽക്കിൻ്റെ ലെയർ ഇതുപോലെ സെറ്റായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെയർ ആക്കിയതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ ഇനി ഇതിൽ പ്രലൻസോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ടോപ്പിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പൈപ്പിംഗ് ബാരിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതുപോലെ ആക്കി കൊടുക്കുക. നമ്മുടെ മിൽക്ക് കേക്കൊക്കെ ചെയ്യൂലേ, അപ്പോൾ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ ഫുള്ള് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ടോപ്പിംഗ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാരമൽ സോസ് തന്നെയാണ്, കൂടുതൽ ഫ്ലേവർ കിട്ടാൻ. നമ്മുടെ എല്ലാ ട്രേയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.